ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്താണ് പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെക്കാളും അനേകം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. മാറ്റങ്ങൾക്ക് നമ്മൾ തന്നെ കാരണം, മാറാതിരുന്നത് നമ്മൾ തന്നെ കാരണം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മളിങ്ങനെ കുറേ ട്രാവൽ ചെയ്തെടുത്ത് ഇന്ന് നമ്മുടെ അടിപൊളിയായിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലത്താണ് പോയത്. ആ സ്ഥലത്തിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് നമ്മുടെ കന്യാകുമാരി തമിഴ്നാട് ബോർഡർ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. സിതറാൽ മല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇപ്പോൾ 2 പാർട്ട് ഞാനിടും. ഏകദേശം ഞാൻ പകുതി മാത്രമേ കയറിയിട്ടുള്ളൂ. അടിപൊളി വ്യൂ ആണ്. നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്ഥലം മസ്റ്റ് വിസിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. മറക്കാണ്ട് ഈ ഒരു സ്ഥലം കാണുക. നിങ്ങളുടെ ഈ കന്യാകുമാരി ട്രിവാൻഡ്രം ഭാഗത്തോട്ട് ട്രിപ്പ് വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലം സിതറാൽ മലയെന്നാണ് ഇതിൻ്റെ പേര്. ഇതൊന്ന് കാണാൻ മറക്കണ്ട. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു മല കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുമായിട്ട് പോകുന്നത്, എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നോ രണ്ടോ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കവറൊക്കെ അവിടെ ഇടാണ്ട് സൂക്ഷിക്കുക. വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ വെള്ളം എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുക. വെള്ളമോ സ്നാക്സോ എന്തോ ആയിരുന്നാലും എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുക. കാരണം മുകളിലോട്ട് പോകും തോറും നമുക്ക് കടകളൊന്നുമില്ല. അത്യാവശ്യം ഏകദേശം 1-1.5 കിലോമീറ്റർ മുകളിൽ നമ്മൾ എത്തിയാലും നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്ത് കുറേ ദൂരം പോകേണ്ടതുണ്ട്. നമ്മൾ ഏകദേശം 1-1.5 കിലോമീറ്റർ നടന്നു, അത്രയും തന്നെ നടക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിൽ ഏറ്റവും അവസാന എൻഡിങ് പോയിന്റിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ 2 പാർട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഇത് ആദ്യത്തെ പാർട്ടും സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ ഫുൾ കംപ്ലീറ്റ് ചെയ്ത പാർട്ടും ആയിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. സോ നമ്മൾ നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് നടന്നത്. കാരണം 2 സൈഡും കാടുകളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മരങ്ങളും അതുപോലെ തന്നെ ഉൾഭാഗത്തേക്ക് കുറച്ച് പേര് പോയി ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. ഞങ്ങൾ അതിനകത്തോട്ടൊന്നും പോയില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ പ്രകൃതിയുമായിട്ട് ആസ്വദിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. നല്ല വ്യൂ ആണ്. സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത് വേറെ ഒന്നുമില്ല. ഞാൻ ആ ഒരു ഭാഗത്തിരുന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് ഈ ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അല്ലാണ്ട് സൈലൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ 1-1.5 കിലോമീറ്റർ മുകളിൽ കയറിയ ശേഷം ഇതുപോലെ ഒരു ഗാർഡനും ഇരിക്കാനുള്ള ഒരു സ്ഥലവും നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് സ്നാക്സോ വെള്ളമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നടക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അത്യാവശ്യം നിങ്ങൾക്ക് മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റും. നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഇതിവിടെ വന്ന് നമ്മൾ ഒരു സ്റ്റോണുണ്ട്, അതിൻ്റെ പുറത്ത് ഇരിക്കാൻ പറ്റും. ഇതിൻ്റെ അപ്പുറത്ത് ഫുള്ള് നമ്മുടെ അതിൻ്റെ മുകളിൽ നിന്ന് ഫുൾ വ്യൂ കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു വൈബാണ് കേട്ടോ. ഫുള്ള് കാറ്റ്, നല്ല തണുത്ത കാറ്റുണ്ട്. നമ്മൾ മുകളിലോട്ട് കയറിയപ്പോഴത്തേനും ഏകദേശം 11-12 മണി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തു പറയാൻ, അങ്ങനെ വലിയ വെയിലടി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാറ്റ് ഇങ്ങനെ തണുത്ത കാറ്റ് അടിച്ചുകൊണ്ടേയിരുന്നു. കണ്ട, ഇതാണ് മക്കളെ വ്യൂ. പൊളിയല്ലേ? അപ്പോൾ നമ്മുടെ ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇനി നമ്മൾ ഒക്കെ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് മൊത്തത്തിൽ പാറയാണ്. നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകേണ്ടത്. അങ്ങനെ ഞങ്ങളുടെ ഈ പാറയുടെ ഇടത് ഭാഗത്തോട്ട് പോയി മുകളിലോട്ടാണ് നമ്മൾ കയറേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് പാർട്ട് 2 ആയിട്ടിടാം. നമ്മുടെ ഈ ഒരു വ്യൂ കണ്ട് എൻഡ് ചെയ്യുകയാണ് ഈ ഒരു എപ്പിസോഡ്. ഇതിൻ്റെ പാർട്ട് 2 മസ്റ്റായിട്ട് കാണുക. അപ്പോൾ നമ്മൾ വന്ന സ്ഥലം ഇതാണ് നമ്മുടെ ഫൈനൽ വ്യൂ. ഇതിൽ ഓൾമോസ്റ്റ് ഒത്തിരി ടൂറിസ്റ്റ്. അങ്ങനെ നമ്മുടെ വ്യൂ ഒക്കെ കണ്ട് അവസാനിപ്പിച്ച് ഇവിടുത്തെ കുറച്ച് മുകൾ ഭാഗത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. കാരണം കാണാൻ നല്ലൊരു ഭംഗിയും ഒരു പ്രത്യേകതയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റാണ്, നല്ല കാറ്റ്, നല്ല ഒരു വൈബുമാണ് കേട്ടോ. കണ്ടോ, ഇതാണ് സംഭവം. ഇതിൻ്റെ ഉൾഭാഗത്തോട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് കാണുന്നതല്ല. നമ്മൾ നടന്നു പോകുമ്പോൾ ഒത്തിരി ദൂരമുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിൽ വരെ ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ക്ലൗഡും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു വ്യൂവും കാണാൻ അടിപൊളിയാണ്. നല്ലൊരു ഹരമാണ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പോകുമ്പോഴത്തേനും വെള്ളം അതുപോലെ തന്നെ ഫുഡ് കരുതുക. മുകളിൽ പോയാൽ വെള്ളം അങ്ങനെ മേടിക്കാനൊന്നും പറ്റുന്ന സ്ഥലമല്ല. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ആസ്വദിക്കാൻ പറ്റും. ഫുഡൊന്നും നമുക്ക് ഒട്ടും കിട്ടത്തില്ല, വെള്ളവും കിട്ടത്തില്ല.
അപ്പം വെള്ളം, അതുപോലെ തന്നെ ഫുഡ്, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഫുഡ്, അവരുടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കരുതിയിരിക്കുക. എന്നിട്ട് മാത്രമേ ഇങ്ങോട്ട് പോകാവുള്ളൂ. ഇതൊരു പാർട്ടാണ്. ഇതിൻ്റെ മുകളിലോട്ട് ഇനിയും ഉണ്ട് നമ്മൾക്ക് കയറാൻ പറ്റുന്ന. പക്ഷെ ഞാൻ അങ്ങോട്ട് കയറിയിട്ടില്ല. ഞങ്ങളുടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വരെയാണ് ചെയ്തത്. കാരണം അപ്പോഴത്തേനും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഓടി താഴോട്ട് ഇറങ്ങാനും പറ്റില്ല, പിന്നെ അത് മുകളിലോട്ട് കയറാനും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ നിന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരെയാണ് ചെയ്തത് കേട്ടോ. അതോ കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അവിടെ പൂക്കളുണ്ടായിരുന്നു, പനയുണ്ടായിരുന്നു, എന്തൊക്കെയോ സംഭവം വെറൈറ്റി ആയിട്ട് നമുക്കിങ്ങനെ ഇതിനിടയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ചില പാട്ടുകളിൽ ഇതുപോലത്തെയൊക്കെ സ്ഥലത്തിലെ സീക്വൻസൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇതാണ് സംഭവം. നമ്മൾ കാർട്ടൂണിൽ ഹൈഡിയൊക്കെ കാണുന്നതിൻ്റെ ഒരു ഫീലിംഗ്, ചെറിയൊരു ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു, അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയായിരുന്നു. മലകളും അതുപോലെ തന്നെ മലകളുടെ ഇടയിലുള്ള പൂക്കളും ആ ഒരു വ്യൂ, അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ ഇനി തിരിച്ച് റിട്ടേൺ വരികയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഫുള്ളായിട്ട് കണ്ടു തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ചെറിയ ചാറ്റൽ മഴ. ഇതിന് മുകളിലോട്ടാണ് നമ്മൾ കയറേണ്ടത്, ഇനി മുകളിലോട്ടാണ് കയറേണ്ടത്. പക്ഷെ നമുക്ക് കയറാൻ നമ്മുടെ ആ യു പോലെ കണ്ടില്ലേ, അതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ റൈറ്റ് പോയിട്ടുണ്ടായിരുന്നു, ലെഫ്റ്റ് വരുമ്പോൾ ഇനി മുകളിലോട്ട് കയറാനുണ്ടായിരുന്നു. അവിടുത്തെ സെഷനിലോട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു സെഗ്മെൻറ്റിൽ നമ്മൾ ഇതിൻ്റെ നിന്ന് പകുതിയോട്ടുള്ള വ്യൂ, അങ്ങ് ബീച്ചിൽ എന്തൊക്കെയാണ് നമ്മൾ ഏറ്റവും അവസാനം എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി ഉദ്ദേശിച്ച് പോയത് എന്നതുള്ള ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പാർട്ട് 2 കാണാം. ടാറ്റാ ബൈ ബൈ, സി യു.